റിസർമിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളുടെ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് റിസോർട്ടുകളുടെ റിവ്യൂസ് കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ ഞങ്ങൾ നേരിട്ട് കാണുകയും അവിടുത്തെ സർവീസുകളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷമാണ് റിവ്യൂസ് ആയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതൊരു റിസോർട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഫാമിലീസ് ആണെങ്കിലും അതേപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ റിസോർട്ടുകളുടെ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. കൽപ്പറ്റ ടൗണിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടിയിൽ എത്താൻ സാധിക്കും. ടോട്ടൽ 5 ബെഡ്റൂമുകളാണ് ഇവിടെ വരുന്നത്. ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ അറ്റ് എ ടൈം ഏകദേശം 15 പേർക്ക് വരെ, ഒരു റൂമിൽ 3 മെമ്പേഴ്സ് വീതം 15 പേർക്ക് വരെ ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ട ശേഷം റൂമിൻ്റെ വീഡിയോയിലേക്ക് പോകാം. 8 ഏക്കറോളം വരുന്ന ഒരു കോഫി പ്ലാന്റേഷൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കൊടുത്തിട്ടുള്ളത്. അതും ഒരു ഹിൽ ടോപ്പ് ഏരിയയിൽ, വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ ഒരു പൊടിമഴ ഇവിടെ പെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം റെസ്റ്റോറൻറ്റ് ഏരിയ ഒന്ന് കണ്ടിട്ട് വരാം. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുവാണെങ്കിൽ ട്രഡീഷണൽ രീതി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള തുളസിത്തറയും ഫ്ലോട്ടിംഗ് ഫ്ലോറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ ഏകദേശം 14 മെമ്പേഴ്സിന് വരെ അറ്റ് എ ടൈം ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സിറ്റിംഗ് കപ്പാസിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുറമെ മറ്റ് ഫുഡ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറയുവാണെങ്കിൽ അവരതിവിടെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡ് ക്രാഫ്റ്റുകൾ ഇവിടെ സെയിൽസിന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ബൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബൊഫേ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ട് തന്നെ അത്യാവശ്യം സ്പേസിലൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ചെയറൊക്കെ ഇട്ടിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ടെങ്കിൽ ബോക്സും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ടേബിൾ ടെന്നീസും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. റീഡിംഗ് സിസ്റ്റം ഉള്ളവർക്ക് കുറച്ച് ബുക്കിൻ്റെ കളക്ഷൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ആർച്ചറി, ചെസ്സ്, ക്യാരംസ് തുടങ്ങിയ ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ 2 സ്വിങ്ങൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഗ്രൗണ്ടിൻ്റെ നടുഭാഗത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ട്രംബോളിനും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഗ്രൗണ്ടിൽ തന്നെയാണ് മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള വാച്ച് ടവർ വരുന്നത്. നമുക്കതിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഇവിടെ മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് മയിലിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കതിനെ കാണാനും പറ്റും. ഈ ഒരു വാച്ച് ടവറിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടുന്ന് പുറത്തേക്ക് നോക്കുവാണെങ്കിൽ ചെറിയൊരു ഏരിയ മാത്രമേ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റൂ. കാരണം ചുറ്റും മരങ്ങളായതുകൊണ്ട് വലിയൊരു വ്യൂ കിട്ടുന്നില്ല പുറത്തേക്കുള്ളത്. പക്ഷേങ്കിൽ നൈറ്റ് നിങ്ങളിവിടെ ഇരിക്കുവാണെങ്കിൽ അടിപൊളി ആംബിയൻസ് ആണ്. LED ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ആംബിയൻസ് ആണ്. ഇവിടുത്തെ സറൗണ്ടിങ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല നല്ല ഫ്രെയിമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫാമിലി ഗ്രൂപ്പും അല്ലാതെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടോ അതല്ലെങ്കിൽ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല ഫ്രെയിമുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഏറ്റവും താഴെ ഭാഗത്താണ് ഇവിടെ പൂള് കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് പൂളിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പാത്താണിത്. ഈ പാത്തിൻ്റെ 2 വശങ്ങളിലായിട്ടാണ് ഇവിടെ കോട്ടേജസ് കൊടുത്തിട്ടുള്ളത്. കോട്ടേജുകൾക്കെല്ലാം ഫ്ലവേഴ്സിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അതായത് അശോക, പിന്നെ അരളി, മന്ദാരം, ഇലിഞ്ഞി, അതേപോലെ തന്നെ ഇല്ലി, ഇത്തരത്തിലാണ് കോട്ടേജസിൻ്റെ പേര് വരുന്നത്. പിന്നെ സറൗണ്ടിങ്സൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഏരിയയിലാണ്. അടിപൊളി ഫ്രെയിമാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഒരു പ്ലഞ്ച് ടൈപ്പ് പൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരെ പോവുകയാണെങ്കിൽ ഇവിടുത്തെ പോണ്ടിലേക്കും നമുക്ക് പോവാം. അടിപൊളി പാത്ത്. വളരെ നല്ല പ്രൈവസി കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ പൂള് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ റൂംസിൻ്റെ ഒക്കെ ഏറ്റവും താഴെ ഭാഗത്താണ് പൂള് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചുറ്റും നല്ല ചെടികളൊക്കെ വെച്ച് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പൂളിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ വളരെ നല്ല സ്പേസ് ഉള്ളൊരു പൂളാണ്. ഈ ഭാഗത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൂളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്നും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ക്ലോറിൻ ചെയ്ത വാട്ടറാണ്. അപ്പോൾ അലർജീസും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും സ്കിൻ അലർജി. പിന്നെ കളർ ഇളകുന്ന ഡ്രസ്സുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഡയറക്റ്റ് ഡൈവ് ചെയ്യാതിരിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ബാത്തിങ് കഴിഞ്ഞിരിക്കണം. അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലാണെങ്കിൽ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ബാത്തിങ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഇവിടെയായിരുന്നു ക്യാമ്പ് ഫയർ പിറ്റൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ട് മാറ്റിയിട്ട് മുകൾ ഭാഗത്താണ് ഇപ്പോൾ ക്യാമ്പ് ഫയർ കൊടുക്കുന്നത്. പൂളിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഇവിടുത്തെ പോണ്ട് കൊടുത്തിട്ടുള്ളത്.
ഇനി നിങ്ങൾക്ക് നാച്ചുറൽ പോണ്ടാണ് കൂടുതലും ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഈ പൂൾ ഉപയോഗിക്കാതെ നേരെ താഴേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതാണ് പോണ്ട്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കൊട്ടത്തോണൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് തുഴയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഫിഷിംഗ് ഒക്കെ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ആർച്ചറി ഒക്കെ ചെയ്യാനുള്ള ചെറിയ സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു അടിപൊളി സ്പോട്ട് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊട്ടത്തോണിയൊക്കെ ഉപയോഗിച്ച് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമുള്ള ലൈഫ് ജാക്കറ്റൊക്കെ അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഷട്ടിൽ കോർട്ടും കൂടെ കൊടുത്തിരിക്കുന്നത് കാണാം. ടൈം സ്പെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ആക്ടിവിറ്റീസൊക്കെ മൊത്തത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർച്ചറി താല്പര്യമുള്ളവർക്ക് ആ ഒരു ആക്ടിവിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ലാർജ് സ്പേസ് വരുന്നുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം ഓടിക്കളിക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇവിടെ പാടി വരുന്നത്. നിങ്ങൾക്ക് ചെറിയൊരു സോഫ്റ്റ് ട്രെക്കിംഗ് ഒക്കെ അതുവഴി ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ കാറ്റഗറീസിൽ വരുന്ന റൂംസ് ആണ് കാണാനുള്ളത്. ഞാൻ ആ വീഡിയോയിൽ